ടാറ്റ ഈ പറഞ്ഞ മാജിക്കിൽ ഇതുവരെ ആരും ഇതേപോലെ AC എന്നൊരു സാധനം കൊണ്ടുവന്നിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ ഇത് പോസിബിൾ ആവോ ഇല്ലയോ എന്ന് പലർക്കും ഡൗട്ടാണ്. പക്ഷെ അത് പോസിബിൾ ആവും എന്ന് തെളിയിച്ചൊരു വണ്ടിയാണ് എൻ്റെ ഈ പുറകെ കിടക്കുന്നത്. മുൻപകത്ത് ഇരിക്കുമ്പോൾ ഞാൻ ഏറ്റവും മെയിൻലി എല്ലാ വീഡിയോയിലും മിക്കപ്പോഴും നിങ്ങൾ ഓർമ്മിക്കുന്ന കാര്യമാണ് സീറ്റ് ബെൽറ്റ്. ഇപ്പോൾ വണ്ടി ഞാൻ ഓടിക്കുകയാണെങ്കിലും ഇപ്പൊ വണ്ടി കയറി ഇരിക്കുകയാണെങ്കിൽ പോലും ഞാൻ സീറ്റ് ബെൽറ്റ് എന്ന കാര്യത്തിൽ ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. സീറ്റ് ബെൽറ്റ് ഇട്ട് നമുക്ക് സംസാരിക്കുമ്പോൾ സീറ്റ് ബെൽറ്റ് പ്രശ്നമല്ലല്ലോ. സുരക്ഷ ഇസ് ദ മെയിൻ തിങ്. കുഞ്ഞു പിള്ളേരാണ്, അപ്പൊ അവർ ഈ കൈയും തലയൊക്കെ പുറത്തിരുന്നത് ഭയങ്കര ഒരു പ്രശ്നമുള്ള കാര്യമാണ്. അപ്പൊ ആ ഒരു കാര്യവും നമുക്ക് ഇതിനകത്ത് ഒഴിവാക്കാൻ പറ്റും. കാരണം ഇത് അടച്ചിടും. അപ്പൊ നിങ്ങൾ അടച്ചിടുമ്പോ നിങ്ങൾക്ക് അറിയാം, നിങ്ങളൊക്കെ എപ്പോഴെങ്കിലും ബസ്സിലായാലും ഇതേപോലത്തെ വണ്ടികളായാലും കാറിലൊക്കെ യാത്ര ചെയ്തിട്ടുള്ളവരായിരിക്കും. ചൂട് ഭയങ്കര ഒരു പ്രശ്നമാണ്. അവിടെയാണ് നമ്മുടെ AC-യുടെ ഒരു പവർ. ചെയ്യാൻ പറ്റും. ഞാനന്ന് ടിപ്പറിന്റെ ചെയ്തപ്പോ എല്ലാവരും ചോദിച്ചു ടിപ്പർ ലോറിയിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ. ആ ലോറി ഇറങ്ങിയ പിന്നെ എല്ലാവരും അത് കോപ്പി അടിച്ച് ചെയ്ത്. അപ്പൊ അതേപോലെ ഇനി സ്കൂൾ ബസ്സുകാരും ഒക്കെ കണ്ടോ, ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റും. കോപ്പി അടിക്കുന്നല്ല, ട്രൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു മോഡലാണ്. ഏകദേശം 8 ലക്ഷം രൂപയ്ക്ക് ഇങ്ങനത്തെ ഒരു വണ്ടി നിങ്ങൾക്ക് പണിത് ഇറക്കാൻ പറ്റും. നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു മുതൽക്കൂട്ടായിരിക്കും. ഓട്ടോമോട്ടീവ് ഞാൻ നിങ്ങൾ സ്വന്തം ഡിക്സൺ ആണ്. അപ്പൊ ഈ വെയിലത്ത് ഞാൻ നിൽക്കാൻ കാരണം എന്ന് വെച്ചാൽ ഈ വെയിലിൽ നിന്ന് ഞാനൊരു തണലിലേക്ക് പോകണം. വേറെ ഒന്നുമല്ല, ദ ഫസ്റ്റ് ടൈം ഇൻ ടാറ്റ മാജിക് എക്സ്പ്രസ് ന്യൂ വേരിയന്റില് AC വെച്ചൊരു വണ്ടി. ഫസ്റ്റ് ക്രൈ ഇന്റലിറ്റേഴ്സിന്റെ ആലുവ കമ്പനിപ്പടിയിലുള്ള ഈ കാണുന്ന ഈ സ്ഥാപനത്തിലാണ് ഫസ്റ്റ് ടൈം ഇൻ ടാറ്റയുടെ ഈ ഒരു വണ്ടിയിൽ AC വെച്ചിട്ട്. ഞാൻ പണ്ടൊരു ലോറിയുടെ വീഡിയോ ചെയ്ത് നിങ്ങൾ ഓർക്കണ്ടെന്ന് അറിയില്ല, നമ്മുടെ കുളിർ രഥം. അതേപോലെ ചെറിയൊരു കുളിർ രഥമാണ് ഈ വണ്ടി എന്ന് പറഞ്ഞത്. ഇതിന്റെ കുറച്ച് കാഴ്ചകൾ കണ്ടാലോ? കമോൺ, ലെറ്റ്സ് വാച്ച് ദ വീഡിയോ. ടാറ്റയുടെ ഒരു മാജിക് എക്സ്പ്രസ് നിങ്ങൾ എല്ലാവരും കണ്ടു കാണും. പലപ്പോഴും നമ്മുടെ ഓട്ടോ ടാക്സി ആയിട്ടും അല്ലെങ്കിൽ ഇതേപോലെ തന്നെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ബസ്സുകളായിട്ടൊക്കെ കണ്ടിട്ടുണ്ടാവും. പക്ഷെ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ നേരിട്ടുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഈ വേനൽക്കാലത്തൊക്കെ പോകുമ്പോൾ ഭയങ്കര ചൂട്. ഒന്നാമത്തെ ഗ്ലാസ് ഉള്ള വണ്ടിയാണ്. ഈ പിള്ളേര് ചെറിയ കുട്ടികളെ കൊണ്ടൊക്കെ പോകുമ്പോൾ ഈ ചില്ല് ഈ ഗ്ലാസ് തുറന്നിട്ട് ഭയങ്കര റിസ്കി ഫാക്ടറാണ്. അപ്പൊ ഇതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് നമ്മുടെ ഒഡീസി എന്ന് പറഞ്ഞാൽ നമ്മുടെ ചങ്ങന്മാരുള്ള, അപ്പൊ അവരും നമ്മുടെ ഈ ഒരു ഫസ്റ്റ് ഇന്റലിറ്റേഴ്സ് നമ്മുടെ ഈ ആലുവ ഇതും കൂടി ചേർന്നിട്ട് ഒരു വെറൈറ്റി കൺസെപ്റ്റില് ഫസ്റ്റ് ടൈം ഞാൻ പറഞ്ഞ പോലെ തന്നെ ടാറ്റ ഈ പറഞ്ഞ മാജിക്കിൽ ഇതുവരെ ആരും ഇതേപോലെ AC എന്നൊരു സാധനം കൊണ്ടുവന്നിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ ഇത് പോസിബിൾ ആവോ ഇല്ലയോ എന്ന് പലർക്കും ഡൗട്ടാണ്. പക്ഷെ അത് പോസിബിൾ ആവും എന്ന് തെളിയിച്ചൊരു വണ്ടിയാണ് എൻ്റെ ഈ പുറകെ കിടക്കുന്നത്. ഇതിന്റെ അകത്തെ കാഴ്ചകളൊക്കെ നമ്മൾ പോകണം. കമോൺ. കുട്ടികളുമായിട്ട് പോണോണ്ട് തന്നെ ഡോറ് ഈ ഒരു രീതിയിലാണ് വന്നേക്കുന്നത്. അപ്പൊ നമ്മൾ ഈ വാഹനത്തിന്റെ അകത്തേക്ക് കയറുന്നത് കണ്ട. ഇതിനകത്ത് തന്നെ കയറുമ്പോൾ തന്നെ കുട്ടികൾക്ക് കയറാൻ പാകത്തിന് കണ്ട കറക്റ്റ് നമുക്ക് കാലുകൂട്ടി കയറാനുള്ള സെറ്റപ്പ് എല്ലാം ഉണ്ട് ഇതിനകത്ത്. പിന്നെ ഇതിന്റെ അകത്തേക്ക് കയറുമ്പോൾ ശരിക്കും 9 10 സീറ്റ്. നമുക്ക് അങ്ങനെ തന്നെ അറിയാം, 10 സീറ്റ് ടോട്ടലി ഡ്രൈവർ കൂട്ടി 10 സീറ്റിനകത്ത് വന്നിട്ടുണ്ട്. പിന്നെ എന്താ ചെയ്യുക വണ്ടിയില്ലെന്ന് വെച്ചാൽ ചെറിയ കുഞ്ഞുങ്ങളായിട്ട് പോകുമ്പോൾ കൂടെ വേറൊരു കാര്യം എനിക്കൊരു ഫീൽ ചെയ്തെന്ന് വെച്ചാൽ ഈ ഒരു ഗ്ലാസ് കണ്ടോ, ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പൊ ഞാൻ ഈ ഗ്ലാസ് വണ്ടി അടഞ്ഞു, ഇത് ഇങ്ങനെ നീക്കിയിട്ടിട്ടാണ് നമ്മുടെ ബാക്കി എല്ലാ വണ്ടികളിലും പോണത്. നമ്മുടെ ബാക്കിയുള്ള ഏത് മാജിക് എടുത്ത് നോക്കിയാലും നമ്മൾ ഇതേപോലെ നീക്കി വെച്ചാണ് യാത്ര ചെയ്യണം. അപ്പൊ പൊടി അടിച്ചു തരും. പിന്നെ ഈ കുഞ്ഞു പിള്ളേരാണ്, അപ്പൊ അവർ ഈ കൈയും തലയൊക്കെ പുറത്തിരുന്നത് ഭയങ്കര ഒരു പ്രശ്നമുള്ള കാര്യമാണ്. അപ്പൊ ആ ഒരു കാര്യവും നമുക്ക് ഇതിനകത്ത് ഒഴിവാക്കാൻ പറ്റും. കാരണം ഇത് അടച്ചിടും. അപ്പൊ നിങ്ങൾ അടച്ചിടുമ്പോ നിങ്ങൾക്ക് അറിയാം, നിങ്ങളൊക്കെ എപ്പോഴെങ്കിലും ബസ്സിലായാലും ഇതേപോലത്തെ വണ്ടികളായാലും കാറിലൊക്കെ യാത്ര ചെയ്തിട്ടുള്ളവരായിരിക്കും. ചൂട് ഭയങ്കര ഒരു പ്രശ്നമാണ്. അവിടെയാണ് നമ്മുടെ AC-യുടെ ഒരു പവർ. നമുക്ക് സാധാരണ എല്ലാ വണ്ടികളും ഞാൻ റിവ്യൂ ചെയ്യുമ്പോഴേക്കും ആദ്യം പോയിട്ട് വണ്ടിയുടെ സ്പെക്കും കാര്യങ്ങളും പറയുന്നത്. ഇതിനകത്ത് എനിക്ക് പറയാനുള്ളത് ഈ AC ആണ്. ഈ AC ഓൺ ചെയ്ത് എത്ര സമയം കൊണ്ട് നമുക്കൊന്ന് കൂൾ ആവുമെന്ന് ആദ്യം നമുക്ക് ടെസ്റ്റ് ചെയ്യാം. എന്നിട്ട് ഇതിന്റെ കുറച്ച് വിശേഷങ്ങൾ അകത്തേക്ക് പോകാം. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ വണ്ടി AC ആണ് നമ്മൾ ഓൺ ചെയ്ത് കാണിക്കാൻ പോകുന്നത്. അപ്പൊ വണ്ടി ഇഗ്നിഷൻ ഇവിടുന്ന് കൊടുക്കണം. നമ്മുടെ ഇഗ്നിഷൻ കൊടുത്തു. വണ്ടി ഇപ്പൊ ഓൾറെഡി നല്ലൊരു ഇൻസ്ട്രുമെന്റ് ടെസ്റ്ററാണ്. ഇതെന്തായാലും വീഡിയോ വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം. പ്ലസ് വണ്ടി ഇപ്പൊ ന്യൂട്രലാണോ ചെക്ക് ചെയ്ത് നോക്കി. നമ്മൾ ഓൾറെഡി നോക്കി. ഇനി വണ്ടി ഒന്ന് ജസ്റ്റ് നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് അടിപൊളിയായിട്ടാണ് വണ്ടി ഓൺ ആവുന്നത്. ഡിലേസ് കാര്യങ്ങളൊന്നുമില്ല. അത് മാത്രമല്ല ഈ വണ്ടിയിൽ എനിക്ക് കയറിയപ്പോൾ കാര്യം വെച്ചാൽ ഇപ്പൊ ഡ്രൈവർ സീറ്റിലാണ് ഇപ്പോൾ ഇരിക്കുമ്പോൾ നമുക്ക് നല്ല കംഫർട്ട് ഫീൽ കിട്ടുന്നുണ്ട്. അപ്പൊ ഇതിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. അതിന് മുമ്പ് എനിക്ക് മെയിൻ ആയിട്ട് പറയേണ്ട ഒരു AC കാര്യം നമ്മൾ പറയണമല്ലോ. കാരണം ഫസ്റ്റ് ടൈമിന് AC ഇടുമ്പോ ഈ ചൂട്, ഞാൻ ഈ കോട്ടും കൂടി ഇട്ടിരിക്കേ, അപ്പൊ എനിക്ക് ചൂട് നന്നായിട്ട് എടുക്കുന്നുണ്ട്. എന്നെ എത്ര നേരം കൊണ്ട് തണുപ്പിക്കുമെന്നുള്ളതല്ലേ നിങ്ങൾക്ക് കാണണ്ടേ. വാ നമുക്ക് അത് നോക്കാം. അപ്പൊ ഞാനിരിക്കുന്നത് വീടിന്റെ അകത്തൊന്നുമല്ല, നമ്മുടെ നേരത്തെ ആ ഒരു മാജിക്കിന്റെ അകത്ത് തന്നെയാണ്. റിമോട്ട് കണ്ട നമ്മുടെ വീട്ടിലെ റിമോട്ട് പോലെ തന്നെ ഞാൻ പ്രസ് ചെയ്യുന്നു, ഇത് ഓൺ ആകുന്നു. ഇപ്പൊ ഏറ്റവും അടിപൊളിയായിട്ട് ഏറ്റവും ലളിതവും എന്ന അടിപൊളിയായിട്ടുള്ള രീതിയിലാണ് ഇതിനകത്ത് AC സെറ്റ് ചെയ്തേക്കണം. ഇത് നമുക്ക് വരുമ്പോഴേക്കിനകത്ത് നമുക്ക് സ്ട്രോങ് എന്നൊരു മോഡ് ഉണ്ട്. ഇപ്പൊ സ്ട്രോങ് മോഡിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി ഇതിലെ വേണ്ടി പിന്നെ ഇതിനകത്ത് നമുക്ക്
മോഡുകൾ, പലതരം മോഡുകൾ ഉണ്ട്. സ്പീഡ്, സ്വിങ്, പിന്നെ മ്യൂട്ട്, സ്ട്രോങ്, ടൈം, ലൈറ്റ്. നമ്മുടെ വീട്ടിലെ AC അങ്ങനെ അതേപോലെ. പിന്നെ ഇതിനകത്ത് എനിക്ക് ഏറ്റവും എടുത്തു പോകേണ്ട കാര്യം, നമ്മുടെ ഈ വണ്ടിയിൽ ചെയ്തേക്കുന്ന ഒരു AC ഈ വണ്ടിയുടെ ഡയറക്റ്റ് ബാറ്ററി ആയിട്ട് വേറെ ബന്ധമില്ല. സെപ്പറേറ്റ് ബാറ്ററി യൂണിറ്റ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു AC വണ്ടി വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വാഹനത്തിന്റെ നമ്മുടെ സർവീസിനോ ഇൻഷുറൻസിനോ മറ്റുള്ള കാര്യങ്ങൾക്കോ ഒരു പ്രശ്നവും വന്നില്ല. ഈ വണ്ടിയിൽ മാത്രമല്ല, ഇനിയുള്ള വണ്ടികളിലും ഇത് ശരിക്കും പറഞ്ഞാൽ കൊണ്ടുവരാൻ പറ്റിയ നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ പെട്ടെന്ന് തന്നെ തണുക്കണുണ്ട്. നിങ്ങൾക്ക് എൻ്റെ ഇപ്പോൾ ഫേസ് നോക്കിയാൽ ഞാൻ നന്നായിട്ട് വേർത്ത് വിളിച്ചിരിക്കുക. ഇപ്പം ഇതിൻ്റെ ഒരു മോഡ് ഞാനിപ്പോൾ കൂടിയ മോഡ്, അതായത് നമ്മുടെ സ്വിങ്ങിൽ ഇട്ടിട്ടുണ്ട്. ഇപ്പൊ സ്വിങ് മോഡിലേക്ക് ഇടുമ്പോഴുണ്ടോ ഈ പാനലിൽ സ്വിങ് മോഡിനെ മാറ്റി സ്വിങ് ഇടുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവിടെ മോഡ് വർക്ക് ചെയ്യണം. അതായത് സ്വിങ് മോഡിൽ ഓട്ടോമാറ്റിക്കലി സ്വിങ് അവൈലബിൾ. നമ്മുടെ വീട്ടിലെ AC ഒക്കെ വർക്ക് ചെയ്യണോ അല്ലെങ്കിൽ വർക്ക് ചെയ്യും. ഇനി ഇവിടെ നോക്കിയാൽ മനസ്സിലാവും, പെട്ടെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാകാൻ പറ്റും. പെട്ടെന്ന് എനിക്ക് നല്ല രീതിയിൽ തണുപ്പ് കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ ഫ്രണ്ട് ഭാഗത്ത് നമ്മളൊരു ചെറിയൊരു ഫാൻ കൊടുത്തിട്ടുണ്ട്. അത് എന്തിനാന്നുള്ളത് ഞാൻ മുമ്പിൽ കഴിയുമ്പോൾ പറയാം. ഇപ്പൊ ഇതേപോലെ തന്നെ കുട്ടികൾക്കൊക്കെ കണ്ട, ഇപ്പൊ ഞാൻ ഈ പുറകിൽ ഇരുന്ന് കാണിച്ചു തരാം. ഈ ഒരു ഭാഗത്തൊക്കെ ഇരുന്നാലും കണ്ടോ, എനിക്ക് ഇവിടെ ഇപ്പൊ AC ഇത്ര നേരം ജസ്റ്റ് കുറച്ച് നേരങ്ങളായിട്ടുള്ള എനിക്ക് ഇവിടെ തണുപ്പ് കിട്ടി തുടങ്ങി. അതായത് ഈ വണ്ടി ചെറിയൊരു വാഹനമായതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്കൊരു കൂളിംഗ് കിട്ടുന്നുണ്ട്. പിന്നെ സുരക്ഷ, ഏറ്റവും ചെറിയ സുരക്ഷ ഒരു വിട്ടുവീഴ്ചയില്ല. കാരണം ഈ പിള്ളേര് ഞാൻ പറഞ്ഞോളൂ, ഈ കൈകൾ പുറത്തിരുന്നൊക്കെ ഭയങ്കര ഡേഞ്ചറസ്, ചെറിയ കുഞ്ഞുങ്ങളായിട്ട് പോകുന്നതാണ്. എന്തായാലും ഈ ഒരു സംഭവം നമ്മുടെ അപ്കമിങ് കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിൽ തന്നെ തരംഗമാവുന്ന സാധനമാണ്. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എല്ലാവർക്കും ട്രൈ ചെയ്യാവുന്ന സംഭവം കൂടി. ഇനി നമുക്ക് ഇതിന്റെ മുൻഭാഗത്തേക്ക് പോവാം. മുൻഭാഗത്തെ കുറച്ച് കാഴ്ചകൾ. അപ്പൊ ഇതേ നമ്മൾ AC വിശേഷങ്ങൾ കണ്ട്, AC നമ്മുടെ ഒരു വെന്റും കാര്യങ്ങളെല്ലാം കണ്ട്. ഇനി നമുക്ക് മുൻഭാഗത്തേക്ക് പോവാം. കമോ. അപ്പൊ നമ്മൾ ഈ വണ്ടിയുടെ മുൻഭാഗത്ത് എത്തിയിട്ടുണ്ട്. മുൻഭാഗത്ത് ഇരിക്കുമ്പോൾ ഞാൻ ഏറ്റവും മെയിൻലി എല്ലാ വീഡിയോയിലും മിക്കപ്പോഴും നിങ്ങൾ ഓർമ്മിക്കുന്ന കാര്യമാണ് സീറ്റ് ബെൽറ്റ്. ഇപ്പൊ വണ്ടി ഞാൻ ഓടിക്കുകയാണെങ്കിലും ഇപ്പൊ വണ്ടിക്ക് അത് ഇരിക്കുകയാണെങ്കിൽ പോലും ഞാൻ സീറ്റ് ബെൽറ്റ് എന്ന കാര്യത്തിൽ ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. സീറ്റ് ബെൽറ്റ് ഇട്ട് നമുക്ക് സംസാരിക്കുമ്പോൾ സീറ്റ് ബെൽറ്റ് പ്രശ്നമല്ലല്ലോ. സുരക്ഷ ഇസ് ദ മെയിൻ തിങ് നാ. അപ്പൊ നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ വണ്ടിയിൽ ടാറ്റയുടെ ഏറ്റവും മികച്ചൊരു സ്റ്റിയറിംഗ്, ഹോൺ കാര്യങ്ങളെല്ലാം ഉണ്ട്. നോർമൽ ഹോണാണ്. പിന്നെ ജസ്റ്റ് ലൈറ്റ് കാര്യങ്ങൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കൊരു വെയിലടിക്കാതിരിക്കാനുള്ള നമ്മുടെ കവറേജ് കാര്യങ്ങൾ കാർന്നൊക്കെ ഒന്നോട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് നോക്കിയാൽ CNGയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത് ഈ ഒരൊറ്റ സ്വിച്ചിലാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്. അത് ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഈവൻ പെട്രോൾ ഓൾസോ നമുക്ക് അവൈലബിൾ ആണ് ഈ വണ്ടിക്ക്. പിന്നെ ഈ വണ്ടി എന്ന് വെച്ചാൽ 5+1 അത് ബേസ് 6 ഗിയർ ആണ് ഈ വണ്ടിക്ക് വന്നേക്കുന്നത്. ഇപ്പൊ വണ്ടി ന്യൂട്രലാണ്. പിന്നെ AC വെന്റ് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഇതേപോലെ ഈ റേസ് ചെയ്ത് കൊടുക്കണ അനുസരിച്ച് AC വെന്റിന് ഒരു ബൂസ്റ്റപ്പ് കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ അതും നല്ലൊരു ഫീച്ചർ. കാരണം ഈ വണ്ടി ഓടുമ്പോൾ അത്ര അധികം ബാറ്ററിയിൽ നിന്ന് റിഡ്യൂസ് ആവാതെ ഒരു ബൂസ്റ്റപ്പ് ഇതിനകത്ത് കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് അതിനനുസരിച്ച് പുറകിൽ നമുക്ക് ഒരു വെന്റിൽ ഇരിക്കുമ്പോൾ അതിന്റെ മാറ്റം അറിയാനും പറ്റും കേട്ടോ. പിന്നെ ഇതിനകത്ത് പിന്നെ വേറെ എനിക്ക് പറയേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ഹാൻഡ് ബ്രേക്ക് കാര്യങ്ങൾ നമ്മളെ മാജിക്കിൽ വന്നേക്കണോണ്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ ഓൾറെഡി നമുക്ക് ഇനി ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ഒക്കെ ആഡ് ചെയ്യണമെങ്കിൽ അറിയാം. പക്ഷെ ഇത് എഡ്യൂക്കേഷൻ വാഹനം ആയതുകൊണ്ട് തന്നെ കുട്ടികളായിട്ട് യാത്ര ചെയ്യുമ്പോൾ ഇൻസ്ട്രുമെന്റ്സ് കാര്യങ്ങളുടെ ആവശ്യമില്ല ശരിക്കും. അതുകൊണ്ട് തന്നെ ഇത് ആഡ് ചെയ്തല്ല. പിന്നെ എനിക്ക് വേണ്ടിയിട്ട് ഏറ്റവും വേറൊരു ഫീൽ എന്ന് വെച്ചാൽ സീറ്റിൽ കംഫർട്ട്, ആവശ്യത്തിന് കംഫർട്ട് ഉണ്ട്. നമ്മൾ ഈ ഒരിക്കലും ട്രിപ്പ് പോകാനോ ലോങ് ട്രിപ്പ് പോകാനോ അഡ്വഞ്ചർ പർപ്പസിനുള്ള വണ്ടിയല്ല, എഡ്യൂക്കേഷൻ ആയതുകൊണ്ട് തന്നെ. എങ്കിൽ പോലും പിള്ളേർക്ക് പോകുമ്പോൾ ഏറ്റവും സുരക്ഷയോട് പോകാനുള്ള എല്ലാ മാനദണ്ഡങ്ങളും കീപ്പ് ചെയ്താണ് ഈ വണ്ടി. പിന്നെ ഇതിന്റെ ഗ്ലാസ് വന്നേക്കുന്നത് നമ്മുടെ പഴയ കാറുകളിലെ കാണുന്ന പോലെയാണ്. അപ്പൊ ഇതിന്റെ കൂടിയ വേരിയന്റുകളും ഇനിയിപ്പോ പുതിയ അപ്ഡേറ്റിംഗ് വേർഷൻസ് ഒക്കെ വരുമ്പോൾ നമുക്ക് ഇവിടെ സ്വിച്ചിങ് കാര്യങ്ങളൊക്കെ ആക്കാം. കാരണം ഫ്യൂച്ചറിസ്റ്റിക് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതെന്തായാലും ടാറ്റ കൊണ്ടുവരും. കാരണം ടാറ്റ ഇപ്പോൾ ഓൾറെഡി ഡെവലപ്മെന്റ് ഓരോന്നും കൊണ്ടുവരികയാണ്. എന്തായാലും ടാറ്റയുടെ ഒപ്പം ഈ ഒരു AC വെന്റി ഈ ഒരു പ്ലാൻ ഗ്രേറ്റ്, ഒന്നും പറയാനല്ല. വേറൊരു കിഡിലൻ തല തന്നെ അതിന്റെ പുറകെ പ്രവർത്തിച്ചിട്ടുണ്ട്. കാരണം അത് ചെയ്യാൻ പറ്റുമോ എന്ന് പലർക്കും ഡൗട്ട് ഉണ്ടായിരുന്നു. ചെയ്യാൻ പറ്റും. ഞാനന്ന് ടിപ്പറിന്റെ ചെയ്തപ്പോൾ എല്ലാവരും ചോദിച്ചു ടിപ്പർ ലോറിയിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്ന്. ആ ലോറി ഇറങ്ങിയ പിന്നെ എല്ലാവരും അത് കോപ്പി അടിച്ച് ചെയ്ത്. അപ്പൊ അതേപോലെ ഇനി സ്കൂൾ ബസ്സുകാരും ഒക്കെ കണ്ടോ, ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റും. കോപ്പി അടിക്കുന്നല്ല, ട്രൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു മോഡലാണ്. ഏകദേശം 8 ലക്ഷം രൂപയ്ക്ക് ഇങ്ങനത്തെ ഒരു വണ്ടി നിങ്ങൾക്ക് പണിട്ട് ഇറക്കാൻ പറ്റും. നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു മുതൽക്കൂട്ടായിരിക്കും. ഐ ഷുവർലി നോയിങ് ദാറ്റ്. അതുപോലെ AC വണ്ടിയാണ്. അപ്പൊ AC അവിടെ നിന്ന് നമുക്ക് ഇങ്ങോട്ട് എത്തണമെങ്കിൽ കുറച്ചും കൂടി ഒരു ടൈം എടുക്കണമുണ്ട്. നമുക്ക് ഇവിടെ ഡ്രൈവറിന് ഫാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന് പുറമെ മഴക്കാലത്ത് സഞ്ചരിക്കുമ്പോൾ AC ഉള്ളതുകൊണ്ട് തന്നെ ഫ്രണ്ടിൽ നമ്മുടെ ഈ കാറുകളിലെല്ലാം നമുക്ക് സ്വാഭാവികമായിട്ട് അടച്ചിട്ട് പോകുമ്പോൾ പ്രശ്നമാണല്ലോ. ഈ പറഞ്ഞ പോലെ ഫ്രണ്ടിൽ ഗ്ലാസ് കാണാത്ത അത് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. പിന്നെ കൂളിന് പുറമെ ഹോട്ട്, അതായത് ചൂട് പ്രൊഡ്യൂസ് ചെയ്യാനും ഈ ഒരു AC-ക്ക് സാധിക്കുന്നുണ്ട്. അത് നല്ല രീതിയിൽ നമ്മുടെ കാറുകളിലൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന രീതി തന്നെയാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്.
എനിവേ ഇറ്റ്സ് എ ഗ്രേറ്റ് വൺ. അപ്പോൾ ഈ വീഡിയോ ഇപ്പൊ എടുക്കാൻ വേണ്ടി ഞാനിപ്പോ ഫസ്റ്റ് ക്രൈ ഇന്റലിജൻസിന്റെ അടുത്ത് വന്നപ്പോഴേക്കും ഫസ്റ്റ് ഓഫ് ഓൾ ഇവരെനിക്ക് വാഹനം തന്നു. ഇന്നലെ ഇറങ്ങിയിട്ടുള്ളൂ കേട്ടോ. ഫുൾ പണിയും കഴിഞ്ഞ് എ സിയും കയറി ഇന്നലെ വന്നോളൂ. ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ചെങ്ങമനാടുള്ള ഒഡീസിയാണ് ഇതിന്റെ എ സി ചെയ്തേക്കണം. നമുക്ക് മസ്റ്റ് ട്രൈ, നമുക്ക് അധികം വരാതെ ചെങ്ങമനാടുള്ള ഒഡീസിയിൽ ഇവരുടെ വേറൊരു വാഹനം കൂടി പോയിട്ടുണ്ട്. അപ്പൊ ആ വാഹനം പണിത് കഴിയുമ്പോൾ അതിന്റെ ഒരു വീഡിയോ ചെയ്യാൻ വരും. അപ്പൊ നമുക്ക് ഒഡീസിയും പറ്റിയാണെങ്കിൽ വിസിറ്റ് ചെയ്യാം. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ വൺസ് അഗൈൻ അവരോട് വളരെ നന്ദി പറയുന്നുണ്ട്. കാരണം ഇതേപോലെ ഇൻസ്റ്റിറ്റ്യൂഷൻ എഡ്യൂക്കേഷണൽ പർപ്പസ്ഫുള്ളിയുള്ള വണ്ടി നമുക്ക് വീഡിയോ ചെയ്യാൻ വേണ്ടി വിറ്റ് തന്നു. ലിമിറ്റഡ് ടൈമേ നമുക്ക് കിട്ടിയുള്ളൂ. ആ ടൈമിന് മാക്സിമം നിങ്ങളുമായിട്ട് ഇൻഫർമേഷൻ പങ്കുവെക്കാൻ സാധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വളരെ ലിമിറ്റഡ് ടൈമിലുകൊണ്ട് ഞാൻ ചെയ്തതാണ്. ഇന്നലെ വണ്ടി വന്നിട്ടേ ഉള്ളൂ. അപ്പൊ എനിക്കും പെട്ടെന്ന് കിട്ടിയതായതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് ലിമിറ്റഡ് ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. ഇനിയും വണ്ടിയിൽ കുറച്ച് പണികൾ തീർക്കാണ്ട് ഇനി അങ്ങോട്ട് അവർ പോകാൻ പോവുകയാണ്. സ്റ്റിക്കർ വർക്ക്സും കാര്യങ്ങളും കുറച്ചും കൂടി തീർക്കാനുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതിന്റെ ഒന്ന് ഓടിച്ചിട്ട് കുറച്ചും കൂടി വിഷ്വൽസ് കണ്ടിട്ട് നമുക്ക് ഈ വീഡിയോ അങ്ങ് എൻഡ് ചെയ്യാം. നമ്മൾ ഈ വാഹനത്തിന്റെ പുറകിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ ഏസ് മാജിക്കിന്റെ സാധാരണ വരാത്ത ആ ഒരു രീതിയിലുള്ള ലൈറ്റ് കാര്യങ്ങളാണ് നമുക്ക് പുറകിൽ വന്നിട്ടുണ്ട്. പിന്നെ സ്കൂൾ ബസ് ആയതുകൊണ്ട് തന്നെ ഇവിടെ സ്കൂൾ ബസ് എഴുതിയിട്ടുണ്ട്. ഇനി ഇവന്റെ നമ്പർ തന്നെ KL41W0825. ഇപ്പൊ നമ്പറോടെ തന്നെ വണ്ടി ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ഇവരുടെ ഫസ്റ്റ് ക്രൈ ഇന്റലിജൻസ് എന്നുള്ള ഒരു പേരും കാര്യങ്ങളെല്ലാം പുറകെ കൊടുത്തിട്ടുണ്ട്. പുറകത്തായിട്ട് ഓൾറെഡി ഒഡീസിയുടെ അഡ്രസ്സും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇവരാണ് ഈ ഒരു വണ്ടി കാര്യങ്ങളൊക്കെ ഈ വണ്ടി സെറ്റ് ചെയ്തേക്കുന്നത്. ഈ വണ്ടിയിൽ പിന്നെയെന്ന് വെച്ചാൽ CNG ടാങ്ക്, ആ CNG ടാങ്ക് വന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഈ ഒരു ടാങ്കാണ് വന്നത്. ഈ കാണുന്ന ഈ ടാങ്കിലാണ് കണ്ട CNG വന്നത് ഇവിടെയാണ്. അത് ഈ സീറ്റിന്റെ അടിയിലായിട്ട് തന്നെയാണ് വന്നത്. പിന്നെ ബാക്കി വേണ്ട സേഫ്റ്റി മെഷേഴ്സ് എല്ലാം തന്നെ കീപ്പ് ചെയ്തിട്ടാണ് ഈ ഒരു വാഹനം ടാറ്റ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഓൾറെഡി പോപ്പുലർ, നമ്മുടെ പോപ്പുലർ എന്നാണ് ഈ വാഹനം ഇറക്കിയേക്കുന്നത്. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് ഉണ്ട്. പിന്നെ ഇവിടെ AC കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് മുകളിലോട്ട് ഒന്ന് AC കാണാൻ പറ്റും. അതോ DC AC ആണ് നമുക്ക് ഇടാം. പിന്നെ ഇവിടെയും നമ്മുടെ ഫസ്റ്റ് ക്രൈ ഇന്റലിജൻസ് ഉണ്ട്. പിന്നെ അതിന്റെ അഡ്രസ്സ് ഇത് കാസാദി ബാംബിനി എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിലാണ് ഈ ഒരു ഫസ്റ്റ് ക്രൈ ഇന്റലിജൻസ് വന്നത്. അപ്പം അതിന്റെ അഡ്രസ്സ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ സൈഡിലും വണ്ടി നമ്പർ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. പിന്നെ 4 വീൽ ഡ്രൈവ് ആണ് വണ്ടി. പിന്നെ CNG ആയതുകൊണ്ട് തന്നെ ഇവിടെ CNG എഴുതിയിട്ടുണ്ട്. CNG പ്ലസ് പെട്രോൾ ആണ് ഈ വണ്ടിയുടെ വേരിയന്റ് വന്നത്. ഈ വണ്ടിയിൽ നമുക്ക് കൂളന്റ് കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി എളുപ്പമാണ്. ഇവിടെ തന്നെ നമുക്ക് ഇത് നോക്കാൻ പറ്റും. ഇതൊക്കെ ഫ്രണ്ടിൽ തന്നെ ഉണ്ടാകും. ഈ ഫ്രണ്ട് ഭാഗത്ത് തന്നെ ആയിട്ടാണ് ഇത് കൊടുത്തേക്കുന്നത്. ഇത് ഇങ്ങനെ ഓപ്പൺ ചെയ്യുക, തിരിച്ച് നമുക്ക് ഇതേപോലെ തന്നെ അടച്ചു വെക്കാൻ പറ്റും. ആ രീതിയിൽ തന്നെയാണ്. അപ്പൊ ഇതിനു വേണ്ടിയൊക്കെ പുറത്തിറങ്ങേണ്ട കാര്യമില്ല. ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ടാറ്റയുടെ ഒരു ചിഹ്നമുണ്ട്. പിന്നെ നമ്മുടെ AC-നും എല്ലാം നമ്മൾ കണ്ടിട്ടുള്ള പുതിയ ജനറേഷൻ്റെ ഒരു ലൈറ്റ് കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. പിന്നെ ഈ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ വണ്ടിയിൽ കണ്ട നല്ല രീതിയിലുള്ള ഒരു രീതിയിലാണ് ഈ ഫിനിഷിംഗ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്രൈ ഇന്റലിജൻസിന്റെ ഈ ഒരു ടാറ്റ മാജിക് എക്സ്പ്രസിന്റെ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ഒരു കമ്പനിയുടെ ഭാഗത്തുള്ളവർക്കൊക്കെ, അതായത് ചെറിയ പിള്ളേരുള്ളവർക്കൊക്കെ ഡെഫിനറ്റ്ലി ഇവരുടെ സേവനങ്ങളൊക്കെ ലഭ്യമാണ് ഈ ഒരു ഏരിയയിൽ. ഇവരിപ്പോൾ ഓൾറെഡി സ്കൂൾ ബസ്, ഇതിന് പുറമെ വേറൊരു ബസ്സും കൂടി ഉണ്ട്. അത് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ വന്നു കഴിയുമ്പോൾ അതും ചെയ്യാം. മാക്സിമം ഇവിടെ പിള്ളേരെയൊക്കെ ഇവിടെ അടുത്തുള്ളവരൊക്കെ ഇവിടെ ആക്കുന്നുണ്ട്. കാരണം ഇവർ സുരക്ഷയുടെ കാര്യത്തിലും സർവീസിന്റെ കാര്യത്തിലും അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട്. അതിന്റെ തന്നെ ഒരു എക്സാമ്പിളാണ് ഈ കിടക്കുന്ന ഒരു വാഹനം. ഫസ്റ്റ് ടൈം ഇങ്ങനെയൊക്കെ ഒരു ട്രെയിനിങ് ചെയ്യണമെങ്കിൽ അതിനൊരു 1.5 റേഞ്ച് തന്നെ വേണം. അപ്പൊ എന്തായാലും മറ്റൊരു വീഡിയോ കാണുന്നത് ശുഭപ്രതീക്ഷ. ദിസ് ഈസ് ഓട്ടോമോട്ടീവ് സൈനിങ് ഔട്ട്.